മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഇന്ന് കണ്ണൂരിൽ. പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധ സാമ്പ്രദായിക സന്യാസിമാർ, ആത്മീയ, താന്ത്രിക, ജ്യോതിഷ, ക്ഷേത്ര, വൈദിക ആചാര്യന്മാരെയും പങ്കെടുപ്പിച്ച് രാവിലെ 10 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നേതൃസംഗമം നടത്തും. വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ പറയും. രാഖി, കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നാണ് ധർമ്മ സന്ദേശയാത്ര ആരംഭിച്ചത്. കാസർഗോഡ് ആദ്യം മംഗലാപുരത്തെ ഗോകർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ദീപം തെളിയിച്ചുകൊണ്ടാണ് ധർമ്മരഥം പര്യടനം ആരംഭിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ ഒരു ധർമ്മ സന്ദേശയാത്ര നടക്കുന്നത്. 21-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഈ ധർമ്മ സന്ദേശയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 2ാം ദിനമാണ് ധർമ്മ സന്ദേശയാത്രയുടെ 2ാം ദിനമാണിന്ന്. ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു യാത്ര നടക്കുന്നത്. ആദ്യം 10 മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ ഹിന്ദു നേതൃസംഗമം നടക്കും. ഇതിൽ തന്നെ ജില്ലയിലെ വിവിധ സാമ്പ്രദായിക സന്യാസിമാർ, ആത്മീയ, താന്ത്രിക, ജ്യോതിഷ, ക്ഷേത്ര, വൈദിക ആചാര്യന്മാരും അതുപോലെ തന്നെ കലാകായിക, സാമൂഹിക, വാണിജ്യ, ശാസ്ത്ര, സാങ്കേതിക രംഗത്തെ പ്രമുഖരുമൊക്കെ തന്നെ ഈ ഒരു നേതൃസംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൂടാതെ വൈകുന്നേരം സ്റ്റേഡിയം കോർണറിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകുകയും ചെയ്യും. ഈ സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം, ധാർമ്മിക അവബോധത്തിലെ കുറവ്, കുടുംബ ചിത്രത, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ സന്യാസിമാർ സംവദിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഹൈന്ദവ സമൂഹത്തിലുണ്ടായ മൂല്യച്യുതികളെയും മറ്റും തുറന്നു കാണിച്ച് അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരിച്ച് ആ സ്വത്വം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ധർമ്മ സന്ദേശയാത്ര സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം വിപുലമായ പരിപാടികളാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. അത്തരത്തിൽ ഓരോ ജില്ലയിലും വിപുലമായ പരിപാടികളിലൂടെ ബോധവൽക്കരണ രീതിയിൽ തന്നെയാണ് ഈ ഒരു ധർമ്മ സന്ദേശയാത്ര ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ വയനാട്, കോഴിക്കോട് ജില്ലയിലൂടെ ഈ ഒരു യാത്ര കടന്നുപോകും. തുടർന്ന് 21-ാം തീയതി തിരുവനന്തപുരത്താണ് സമാപനം നിശ്ചയിച്ചിട്ടുള്ളത്. രാഖി.